ഇപ്പോൾ ദിലീപ് കോടതിയിലേക്ക് എത്തുകയാണ്. ഹൈക്കോടതി പിന്നിട്ടിരിക്കുന്നു എന്നാണ് വിവരം. മാതൃഭൂമി ന്യൂസിലുള്ള എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ, നടൻ ദിലീപിന്റെ ദൃശ്യങ്ങൾ കാണാം. 8ാം പ്രതി കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ ശങ്കറുണ്ട്. അരുൺ, 8ാം പ്രതി ദിലീപും 10ാം പ്രതി ശരത്തും അല്പസമയത്തിനകം കോടതിയിലെത്തുമെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ അവരെവിടെ എത്തി? അരുൺ, ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം ദിലീപ് കോടതിയിലേക്ക് എത്തും. ഇപ്പോൾ മറൈൻ ഡ്രൈവ് കഴിഞ്ഞ് സെന്റ് തെരേസാസ് കോളേജിന് സമീപത്ത് നിന്ന് ഇടത്തേക്കുള്ള റോഡിലേക്ക് ദിലീപിൻ്റെ വാഹനം കയറിയിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ വാഹനം കോടതിയിലേക്ക് എത്തും. 11 മണിക്കാണ് വിധി പ്രസ്താവം. കോൺവെന്റ് ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ വാഹനം എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വളരെ വേഗം തന്നെ കോടതിയിലേക്ക് എത്തും ദിലീപ്. അതോടൊപ്പം തന്നെ കൂട്ടുപ്രതിയായ ശരത്ത്, ദിലീപിൻ്റെ സഹോദരൻ എന്നിവരാണ് ഈ വാഹനത്തിൽ ഉള്ളത്. വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ, അകത്തിരിക്കുന്നവരുടെ ദൃശ്യങ്ങൾ എടുക്കാതിരിക്കാൻ ഈ കവർ ചെയ്തിട്ടുണ്ട് ഗ്ലാസുകൾ മുഴുവൻ. അത്തരത്തിലാണ് ദിലീപിൻ്റെ ഒരു രഹസ്യാത്മകമായ ഒരു കോടതിയിലേക്കുള്ള വരവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദിലീപിൻ്റെ ദൃശ്യങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടി കുട ചൂടിയാണ് വാഹനത്തിലേക്ക് കയറ്റിയത്. ഇപ്പോൾ വാഹനത്തിനുള്ളിലും കവറുകൾ ഉപയോഗിച്ചുകൊണ്ട് അകത്തെ ദൃശ്യങ്ങൾ എടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ദിലീപിൻ്റെയും കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ഉണ്ട്. ഇപ്പോൾ കോൺവെന്റ് ജംഗ്ഷനിലേക്ക് ദിലീപിൻ്റെ വാഹനം എത്തിയിരിക്കുകയാണ്. കോൺവെന്റ് ജംഗ്ഷൻ വഴി നേരെ കോടതിയിലേക്കാണ് ഇപ്പോൾ എത്താൻ പോകുന്നത്. കോൺവെന്റ് ജംഗ്ഷൻ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 8ാം പ്രതിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 8ാം പ്രതി ദിലീപ് കോടതിയിലേക്ക് എത്തുകയാണ്. 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെ മൊത്തം 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇതിൽ 6 പ്രതികൾ, ആദ്യത്തെ 6 പ്രതികൾ നേരിട്ട് കുറ്റകൃത്യം നിർവഹിച്ചവരാണ്. ആ 6 പ്രതികളെ കൂടാതെ 4 പ്രതികളാണുള്ളത്. അതിൽ 8ാം പ്രതിയാണ് ദിലീപ്. ദിലീപിനെതിരെ നിലനിൽക്കുന്നത് ഗൂഢാലോചന കുറ്റമാണ്. ഗൂഢാലോചന കുറ്റം തെളിഞ്ഞാൽ റേപ്പ് അടക്കമുള്ള മറ്റ് കേസുകളുടെ അതേ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം. ഫെബ്രുവരി 17-ന് ആദ്യത്തെ 6 പ്രതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ക്രിമിനൽ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. നടിയുടെ വാഹനത്തിന് പിന്നിൽ വന്നിടിച്ച ടെമ്പോ ട്രാവലറിൽ നിന്ന് ഇറങ്ങി വന്ന 6 പ്രതികളാണ്. ഒരുപക്ഷെ പൾസർ സുനി അന്ന് ഈ മറ്റ് 5 പേർക്കും നടിയോടൊപ്പം ഇരിക്കാനുള്ള അവസരം ആദ്യഘട്ടത്തിൽ ഒരുക്കുകയായിരുന്നു. ഈ ടെമ്പോ ട്രാവലർ വെച്ച് നടിയെ ഉപദ്രവിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ വലിയ ട്രാഫിക് ഉണ്ടായതോടുകൂടി ധാരാളം വാഹനങ്ങളും ആളുകളും ഉണ്ടായിരുന്നതോടുകൂടി ആ ശ്രമം ഉപേക്ഷിച്ച് നടിയുടെ വാഹനത്തിലേക്ക് പിന്നീട് പൾസർ സുനി തന്നെ കടന്ന് എത്തുകയായിരുന്നു. അപ്പോൾ സുനിയെ നടിക്ക് പരിചയമുണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 7ാം പ്രതി ഈ പ്രതികളെ അവിടെ നിന്ന് ചാർലി തോമസ് ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നുള്ളതാണ്. 6 വാഹനങ്ങളാണ് ഈ മുഴുവൻ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്. ഒന്ന് ഈ ടെമ്പോ ട്രാവലർ, മറ്റ് പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കുകൾ എന്നിവ ഈ വാഹനങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്. ഇതെല്ലാം പിന്നീട് പോലീസ് കണ്ടെത്തുന്ന സാഹചര്യമടക്കം ഉണ്ടായി. പക്ഷേ ഏറ്റവും പ്രധാനം ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോൺ എന്നുള്ളതാണ്. അതിലെ മെമ്മറി കാർഡ് മാത്രമാണ് പിന്നീട് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറിയ പേഴ്സിൽ നിന്ന് ഒരു മിന്നുന്ന തെളിവ്, ദൈവം അവശേഷിപ്പിച്ച ഒരു തെളിവ് എന്ന നിലയ്ക്ക് ആ മെമ്മറി കാർഡ് മാത്രമാണ് കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. അത് തെളിവായി സ്വീകരിക്കരുത് എന്ന് അന്ന് പ്രതികൾ എല്ലാവരും തന്നെ ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി അത് തെളിവ് മൂല്യമുള്ള ഒന്നാണ് എന്നത് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് പക്ഷേ ആ മെമ്മറി കാർഡ് അസമയങ്ങളിൽ പരിശോധിക്കപ്പെട്ടു. 3 തവണ കോടതിയുടെ കസ്റ്റഡിയിൽ വെച്ചത് പരിശോധിക്കപ്പെട്ടു എന്നതടക്കം നിർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടാവുക കൂടിയുണ്ടായി. പിന്നീട് പ്രതികളെ ജയിലിൽ സഹായിച്ച ഒരാളാണ് 9ാമത്തെ പ്രതിയായി വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രതികൾ എല്ലാവരും തന്നെ ഇന്ന് കോടതിയിലേക്ക് ഈ വിധി കേൾക്കാൻ എത്തും. 8ാം പ്രതി ദിലീപ് ആ വിധി കേൾക്കാൻ കോടതിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനും കഴിയുന്നത്. അല്പസമയത്തിനകം കോടതിയിലേക്ക് എത്തുകയാണ് 8ാം പ്രതി ദിലീപ്. കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയ, ഒരുപക്ഷെ കേരളത്തിൻ്റെ ക്രൈം ഹിസ്റ്ററിയുടെ കാര്യം തന്നെ എടുത്താൽ അതിലേറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഒന്ന് സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുക. ഇതാ വക്കീൽ ഓഫീസിലേക്ക് ദിലീപ് എത്തിയിരിക്കുന്നു. കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് വക്കീൽ ഓഫീസിലേക്ക് ദിലീപ് എത്തിയിരിക്കുന്നു. നിർണായകമായ കൂടിക്കാഴ്ചകൾക്ക് ശേഷം കോടതിയിലേക്ക് എത്തും. അരുൺ ശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അരുൺ, എന്താണ് ദിലീപിന്റെ നീക്കം? അഭിഭാഷകന്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ ദിലീപ് എത്തിയിരിക്കുന്നത്. ദിലീപിനോടൊപ്പം സഹോദരനും അതോടൊപ്പം തന്നെ കൂട്ടുപ്രതിയായ ശരത്തുമുണ്ട്. ഈ 3 പേരും ഇപ്പോൾ അഭിഭാഷകന്റെ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. കോൺവെന്റ് റോഡിന് സമയത്ത് അഭിഭാഷക ഓഫീസിലേക്കാണ് ദിലീപ് കയറി പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് അഭിഭാഷകനൊപ്പമായിരിക്കും ദിലീപ് തൊട്ടടുത്ത് തന്നെയുള്ള പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പോകുക. ഏകദേശം 11 മണിക്കാണ് വിധി പ്രസ്താവം ഉണ്ടാകും. ഇപ്പോൾ 10:08 ആണ് ആയിരിക്കുന്നത്. 10 ഇനിയും സമയമുണ്ട്. 3/4 മണിക്കൂറിനധികം സമയമുള്ളതിനാൽ തന്നെയാണ് ഇപ്പോൾ ദിലീപ് വക്കീലിനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. വക്കീലിനെ കണ്ട് ഇത് കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അദ്ദേഹവും അഭിഭാഷകനും കൂടിയായിരിക്കും ഒരുപക്ഷെ ഒരുമിച്ച് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത. അദ്ദേഹത്തിൻ്റെ വാഹനം ഇപ്പോൾ വക്കീൽ ഓഫീസിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ വാഹനത്തിലാണ് ദിലീപും അതോടൊപ്പം തന്നെ സഹോദരനും അതോടൊപ്പം മറ്റൊരു കേസിലെ മറ്റൊരു പ്രതിയായ
ശരത്തും അഭിഭാഷകന്റെ ഓഫീസിലേക്ക് എത്തിയത്. ഇപ്പോൾ അഭിഭാഷകനുമായിട്ട് ദിലീപ് കൂടിക്കാഴ്ച നടത്തുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും കോടതിയിലേക്ക് പുറപ്പെടുക. ഏകദേശം 10:45 കൂടി ആയിരിക്കാം. കാരണം ഇവിടെ അടുത്ത് തന്നെയാണ്, ഏകദേശം ഒരു 300 മീറ്ററിനടുത്താണ് കോടതി. അതുകൊണ്ട് തന്നെ 10:45 കൂടി മാത്രമേ ഇവിടെ നിന്ന് ദിലീപ് പുറപ്പെടാനുള്ള സാധ്യതയുള്ളൂ. 10:45 കൂടിയാണ് വക്കീൽ ഓഫീസിൽ നിന്ന് കോടതിയിൽ എത്തുക. ദിലീപ് 8-ാം പ്രതി. ഇപ്പോൾ 8-ാം പ്രതി വക്കീൽ ഓഫീസിലാണ്. 8-ാം പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖം മറയ്ക്കാനും അങ്ങോട്ടുള്ള വാഹനത്തിൽ നിന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് തടയാനുമൊക്കെ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം ക്യാമറയിലുണ്ട്. ടോൾ പ്ലാസ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. വല്ലാർപാടം ടോൾ പ്ലാസ കടന്ന് കണ്ടെയ്നർ റോഡ് വഴി വല്ലാർപാടം ടോൾ പ്ലാസ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അഭിഭാഷകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ദിലീപ് കോടതിയിലേക്ക് എത്തുക. 11 മണിക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുക. ആദ്യ ഇനമായി തന്നെ ഈ കേസ് പരിഗണിക്കും. വിധി പ്രസ്താവം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. അതിനു മുൻപായി പൾസർ സുനിയുടെ അമ്മ നൽകിയ ഒരു ഹർജി കൂടി പരിഗണിക്കും. പക്ഷേ അത് 1-2 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. ശേഷം ഈ പ്രതിക്കൂട്ടിൽ നിന്ന് ഒഴിവാക്കുന്നവരെ പ്രതിക്കൂട്ടിൽ നിന്ന് കോടതി ഒഴിവാക്കും. അപ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ഒരു സൂചന കിട്ടും. ഗ്യാങ് റേപ്പ് എന്ന കുറ്റം അത് എല്ലാ പ്രതികൾക്കും ബാധകമാണ് എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി എത്തുകയാണ് എങ്കിൽ ദിലീപിന് എന്ത് ശിക്ഷയാണ് കാത്തിരിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. 1-ാം പ്രതി മുതൽ എല്ലാവരും തന്നെ കോടതിയിലേക്ക് ഇന്ന് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10-ാം പ്രതി ശരത്ജി നായരും ദിലീപിന്റെ കൂടെ വീട്ടിൽ നിന്ന് കോടതിയിലേക്കുള്ള വഴിയിലുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. 10:45 കൂടി അഭിഭാഷകന്റെ വസതിയിൽ നിന്ന്, അഭിഭാഷകന്റെ ഓഫീസിൽ നിന്ന് ദിലീപ് കോടതി സമുച്ചയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് വിവരങ്ങൾ.